രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. ആവേശകരമായ കുട്ടിക്കലാശമാണ് 7 ജില്ലകളിലും പ്രകടമായത്. നാളെ നിശബ്ദ പ്രചരണം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ എങ്ങനെയായിരുന്നു കൊട്ടിക്കലാശം? ഒപ്പം എത്രത്തോളം ആവേശത്തിലാണ് മുന്നണികളും? രോഹിണി, രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം, അതായത് ഇന്ന് കൊട്ടിക്കലാശം നടന്നു. പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസമായിരുന്നു. ശക്തമായ പ്രചാരണം തന്നെയായിരുന്നു എല്ലാ മുന്നണികളും ഈ കഴിഞ്ഞ ഒരു മാസ കാലയളവിൽ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശം ആവേശകരമായ രീതിയിൽ തന്നെ ആയിരുന്നു. പ്രത്യേകിച്ച് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ ഇന്ന് കൊട്ടിക്കലാശം നടന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ന് വിധി നിർണയിച്ചു കഴിഞ്ഞു. അതായത് തിരുവനന്തപുരം വരെ മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നു. വിധി നിർണയിച്ചു കഴിഞ്ഞ് ഇനി 13-ാം തീയതി റിസൾട്ട് അറിയും. കൗണ്ടിംഗ് ഡേ 13-ാം തീയതിയാണ്. ഇവിടെ ഇന്ന്, അതായത് വടക്കൻ ജില്ലകളിൽ ഇന്ന് കൊട്ടിക്കലാശം നടന്നു. നാളെ നിശബ്ദ പ്രചാരണം. മറ്റന്നാൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും, വിധി രേഖപ്പെടുത്തും. അതിനുശേഷം 13-ാം തീയതി വിധി അറിയാൻ കഴിയും. എന്തായാലും ശക്തമായ ഒരു പ്രചാരണം തന്നെയായിരുന്നു എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇടത് വലത് മുന്നണികൾ മാത്രമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് അതിൽ നിന്നും വ്യത്യസ്തമായി NDA ശക്തമായ ഒരു സാന്നിധ്യമാകുന്ന കാഴ്ച നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ അടക്കം അത് കൃത്യമായി തന്നെ കാണാൻ കഴിഞ്ഞു. നേരത്തെ ചില ഇടങ്ങളിൽ മാത്രമായിരുന്നു, പ്രത്യേകിച്ച് കാസർഗോഡ്, അതോടൊപ്പം തന്നെ പാലക്കാട്, തിരുവനന്തപുരം അടക്കമുള്ള ചില ജില്ലകളിൽ മാത്രമായിരുന്നു NDAയുടെ സാന്നിധ്യം ശക്തമായി ഉണ്ടായിരുന്നത്. എങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അത് മറ്റു ജില്ലകളിലേക്കും വ്യാപകമായി തന്നെ വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ ശക്തി ആർജിച്ചു വരുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ചയായി തന്നെയായിരുന്നു ഇപ്പോൾ നടന്ന ഈ ഒരു പ്രചാരണ രംഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാ ജില്ലകളിലും, മലബാറിലെ എല്ലാ ജില്ലകളിലും NDA ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ നമുക്കറിയാം, ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ ഒരു ജില്ല കൂടിയാണ്. പക്ഷേ ഇവിടെ NDA ശക്തമായി തന്നെ മത്സര രംഗത്തുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട സ്ഥാനാർത്ഥികൾ നിരവധി NDAയുടെ ഭാഗമായി മത്സര രംഗത്തുണ്ട്. പലപ്പോഴും കൃത്യമായി തന്നെ ഈ ഒരു വർഗീയ BJPക്കെതിരെയുള്ള ഒരു വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ജനങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ NDAക്ക് ഒപ്പം ഉണ്ടാകും. അതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ, ഇത്തരത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട നിരവധി സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. അത് കൃത്യമായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തെറ്റായ രീതിയിലുള്ള ഇടത് വലത് മുന്നണികളുടെ പ്രചാരണം കൃത്യമായി തന്നെ മനസ്സിലാക്കി അതിന്റെ മുനിയൊടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന വട്ടം പരസ്യ പ്രചാരണമാണ് അല്പസമയം മുൻപ് കഴിഞ്ഞത്. 6 മണിയോടുകൂടി പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണം. അതിനുശേഷം മറ്റന്നാൾ വടക്കൻ ജില്ലകളിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. എന്തായാലും ശക്തമായ ഒരു പ്രചാരണമാണ്. പ്രത്യേകിച്ച് ഈ മലബാറിൽ ഏറ്റവും കൂടുതൽ ഇടത് വലത് മുന്നണികൾ പ്രധാനമായും പ്രചാരണ രംഗത്ത് ഇറക്കിയിരിക്കുന്നത് വർഗീയ കാർഡുകൾ തന്നെയാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള മത മൗലികവാദ സംഘടനകളുടെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു അവർക്ക് പ്രധാനമായും പറയാനുണ്ടായിരുന്നത്. വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇരു മുന്നണിക്കും പറയാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. എങ്കിൽ മറിച്ചായിരുന്നു NDAയുടെ പ്രചാരണം. കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ഓരോ ജില്ലകളിലും കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീരദേശ മേഖലകളാണെങ്കിലും ശരി, മലയോര മേഖലകളാണെങ്കിലും ശരി, അവിടെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ എത്തിക്കാൻ കഴിഞ്ഞു. ഇത് മുന്നിൽ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് കൃത്യമായി തന്നെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്ന ഒരു പ്രതീക്ഷയാണ് NDA ക്യാമ്പിൽ ഉള്ളത്. എന്തായാലും ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി വിധി അറിയാൻ ഉള്ളത്. അവസാനവട്ട പ്രചാരണത്തിൽ ശക്തമായ ഒരു പരസ്യ പ്രചാരണം തന്നെ, കൊട്ടിക്കലാശം തന്നെയാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിഞ്ഞിരുന്നത്. പല ഇടങ്ങളിലും നഗര കേന്ദ്രീകൃതമായൊരു പരസ്യ പ്രചാരണം വേണ്ട എന്നുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതായത് 3 മുന്നണികളും ഒരുമിക്കുന്ന ആ ഒരു പരസ്യ പ്രചാരണം, കൊട്ടിക്കലാശം വേണ്ട എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് തലങ്ങളിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പരസ്യ പ്രചാരണം ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു. നാളെ നിശബ്ദ പ്രചാരണം. ശരി, ശിവദാസ് കന്മനമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.